സ്പോട്ട് ലൈവ് തുടരുന്നു. ചില്ലറ ചോദിച്ചതിലെ തർക്കത്തെ തുടർന്ന് KSRTC കണ്ടക്ടർക്ക് നേരെ മർദ്ദനം. കണ്ടക്ടറുടെ കയ്യിൽ കടിച്ചു മുറിവേൽപ്പിച്ചു. ആലപ്പുഴ കോട്ടയം KSRTC ബസ്സിലെ കണ്ടക്ടർ സജികുമാറിനാണ് മർദ്ദനമേറ്റത്. തലയ്ക്കും മുഖത്തും മുറിവുകളുണ്ട്. പ്രതി മുബീൻ ചുങ്കത്തെ പുന്നപ്ര പോലീസ് കസ്റ്റഡിയിലെടുത്തു. ആലപ്പുഴ സ്റ്റാൻഡിൽ നിന്ന് വണ്ടി എടുക്കുമ്പോൾ തന്നെ ഇവിടെ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങി സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞ് ഈ ഭാഗത്തേക്ക് തിരിയുന്ന സ്ഥലത്ത് വന്നപ്പോഴത്തേക്ക് ആളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ വണ്ടി നിർത്തുമ്പോൾ ഫോണിൽ സംസാരിച്ചിട്ട് അവരോട് തന്നെ സംസാരിച്ചിട്ട് വണ്ടി കോട്ടയമാണ്, വഴി എവിടെ സ്ഥലം പറഞ്ഞിട്ട് അവിടെ നിന്ന് കയറിക്കോ എന്നൊക്കെ പറഞ്ഞു. അവിടെ നിന്ന് വണ്ടി പോയി. വണ്ടി വന്നിട്ട് തിരിച്ച് ജനറൽ ഹോസ്പിറ്റലിൻ്റെ അവിടെ കഴിയുമ്പോൾ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങണമെന്ന് പറഞ്ഞു. പിന്നെ ടിക്കറ്റ് ചോദിച്ചപ്പോൾ 500 രൂപ നോട്ട് തന്നു. 20 രൂപയാണ് ചേഞ്ച്. 20 രൂപ ഉണ്ടോയെന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് 20 ഇല്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ 500 നോട്ടിന് അങ്ങ് തിരികെ വാങ്ങിച്ചു, തിരികെ കൊടുത്തു ചേഞ്ച്. അത് കഴിഞ്ഞിട്ട് അടുത്ത് ടിക്കറ്റിൻ്റെ പൈസ ചോദിച്ചപ്പോഴത്തേക്ക് ബാലൻസ് 480 തന്നിട്ട് 500 തരുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ വേണ്ടാന്ന് വിചാരിച്ചു. അവിടെ അങ്ങ് ഇറക്കി വിടാനായിട്ട് ബെല്ലടിച്ചു. വണ്ടി ബെല്ലടിച്ചു. അവിടെ അങ്ങ് ഇറക്കി വിടാമെന്ന് വിചാരിച്ചു. ബെല്ലടിച്ച സമയത്ത് ഇറങ്ങാൻ നേരത്തെ ഇങ്ങനെ കയ്യിലിരുന്ന മെഷീനും പൈസയായിട്ട് അങ്ങ് എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ തട്ടുന്ന സമയത്ത് മെഷീൻ തെറിച്ച് താഴെ പോയി. കയ്യിരുന്ന പൈസ എല്ലാം തെറിച്ച് പോയി. അപ്പോഴത്തേക്ക് ഞാൻ മെഷീൻ പൊട്ടിയെന്നുള്ളത് നോക്കാണ്ട് ഇറങ്ങാൻ പറ്റില്ല. ഇറങ്ങാൻ വരാത്ത സമയത്താണ് എന്നെ ആ സീറ്റിലേക്ക് ഇങ്ങനെ തള്ളിയിടുകയും അവിടെ ഒരു ലേഡി അപ്പുറത്തിരിപ്പുണ്ടായിരുന്നു. അവിടെ ആ സീറ്റിലേക്ക് ഇങ്ങനെ തള്ളിയിട്ടിട്ട് ആണ് തലയിലിടിക്കുകയും ഒത്തിരിക്കുകയും കയ്യിൽ കടിക്കുകയൊക്കെ ചെയ്തു. എന്ന് പറഞ്ഞ് ഇവിടെ ഹോൾഡ് ചെയ്ത് വണ്ടിയുടെ ട്രിപ്പ് അവസാനിപ്പിച്ചു. അപ്പോൾ പുന്നപ്ര സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് ആയതുകൊണ്ട് നമ്മൾ ഇയാളെ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. ഇതിന്റെ അകത്ത് തുടർ നടപടി സ്വീകരിക്കണം. എന്താണെന്ന് നമുക്ക് നിലവിലുള്ളതിനെ പറ്റി പൂർണ്ണ രൂപം മനസ്സിലായിട്ടില്ല. ആലപ്പുഴ സ്വദേശിയാണോ? ആലപ്പുഴ ചുങ്കത്തുള്ളതാണെന്നാണ് ഇയാൾ പറഞ്ഞത്. ശരണ്യ സ്നേഹിച്ചൻ ചേരുന്നു ആലപ്പുഴയിൽ നിന്നും വിശദാംശങ്ങളുമായി. ശരണ്യായി, ചില്ലറ ചോദിച്ചതിലെ പ്രകോപനം, ഇതിന്റെ പേരിൽ ഇങ്ങനെയൊക്കെ ഒരാളെ കടിക്കുകയും തലയ്ക്കും മുഖത്തുമൊക്കെ മർദ്ദിക്കുകയും ചെയ്യേണ്ട സാഹചര്യമുണ്ടോ? എന്താണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചത്, ഈ ബസ്സിൽ സംഭവിച്ചത്? ടോമ, ഈ ബസ് ആലപ്പുഴയിൽ നിന്നും കോട്ടയത്തേക്ക് പോകുന്ന ബസ്സായിരുന്നു. ഈ ബസ് ആലപ്പുഴ ബസ് സ്റ്റാൻഡിൽ നിന്നാണ് ഈ മുബീൻ, അതായത് ഈ കേസിലെ പ്രതിയായ മുബീൻ ആ ബസ്സിൽ കയറുന്നത്. കയറിയ ഘട്ടം മുതൽ തന്നെ ഈ പലതവണ കണ്ടക്ടർ ടിക്കറ്റ് ചോദിച്ച ഘട്ടത്തിൽ ഇയാൾ ഫോണിലായിരുന്നു എന്നുള്ളതാണ് പോലീസ് കണ്ടക്ടർ നമ്മളോട് പറഞ്ഞത്. മാത്രമല്ല മറ്റു ചിലർ കൂടി വണ്ടിയിൽ കയറാനുണ്ടെന്ന് പറഞ്ഞു. പിന്നീട് കണ്ടക്ടർ ടിക്കറ്റ് ചോദിച്ചപ്പോൾ 500 രൂപയുടെ നോട്ട് എടുത്ത് ഇയാൾ നൽകി. ഇപ്പോൾ 20 രൂപയാണ് ടിക്കറ്റ് ചാർജ് എന്ന് പറഞ്ഞപ്പോൾ 500 രൂപയുടെ ബാക്കി പിന്നീട് തരാം, അതായത് ഇറങ്ങാൻ നേരത്തെ തരാം എന്ന് കണ്ടക്ടർ അറിയിച്ചു. എന്നാൽ ആ സമയം തന്നെ മുബീൻ ഈ പണം തിരികെ വാങ്ങിയതിനു ശേഷം പിന്നീട് കണ്ടക്ടർ ടിക്കറ്റ് എടുക്കുന്ന കാര്യം ചോദിച്ചപ്പോൾ കണ്ടക്ടറോട് പറഞ്ഞത് 20 രൂപയുടെ ടിക്കറ്റും ഒപ്പം തന്നെ 480 രൂപ ബാക്കിയും തന്നാൽ കയ്യിലേക്ക് തന്നാൽ താൻ 500 രൂപയുടെ നോട്ട് അങ്ങോട്ട് തരാം എന്നുള്ള രീതിയിലായിരുന്നു പ്രതികരണം. ഇത് ഇവർ തമ്മിൽ ഒരു ചെറിയ തർക്കത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ഒപ്പം തന്നെ ഈ വണ്ടി അവിടെ, അതായത് ചുടുകാട് ജംഗ്ഷനിൽ എത്തിയപ്പോഴത്തേക്കും വണ്ടി ബെല്ലടിച്ച് ഈ ആളെ വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറക്കാനായിട്ടുള്ള ശ്രമം നടന്നു. അതായത് അങ്ങനെയാണെങ്കിൽ ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യാനാവില്ല എന്നുള്ള നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. അതിനിടയിലാണ് ഈ പ്രകോപനം സംഭവിക്കുകയും ഈ കണ്ടക്ടറുടെ കയ്യിലിരുന്ന പണവും ഒപ്പം തന്നെ ആ ബാഗും ടിക്കറ്റ് എടുക്കുന്ന മെഷീനും ഉൾപ്പെടെ ഇയാൾ തട്ടിത്തെറിപ്പിച്ചു. അത് താഴേക്ക് വീണ ശേഷമാണ് ഈ ടിക്കറ്റ് മെഷീൻ, അതായത് ഈ ടിക്കറ്റ് നൽകുന്ന മെഷീൻ അവിടെ വീട് പൊട്ടി. തുടർന്ന് ഇവര് വണ്ടിയുടെ ഡോർ അടയ്ക്കുകയായിരുന്നു. പിന്നീട് കണ്ടക്ടർ ഇയാൾ മർദ്ദിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. കണ്ടക്ടറുടെ കൈവെള്ളയിൽ കടിച്ച മുറിവേറ്റ പാടുണ്ട്. കയ്യിൽ നിന്ന് രക്തം വരുന്നുണ്ടായിരുന്നു. ഒപ്പം നമ്മൾ കാണുമ്പോൾ മുഖത്തൊക്കെ ഇടിയേറ്റിട്ട് മുഖത്തും രക്തം കണ്ടക്ടറുടെ പൊടിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വണ്ടിയിലുണ്ടായിരുന്ന ആളുകളും പറഞ്ഞത് ആ ഫ്രണ്ട് സീറ്റിലേക്ക് ഡ്രൈവറെ തള്ളിയിട്ട ശേഷം അയാളെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. തലയ്ക്കും മുഖത്തും ഇടിയേറ്റിട്ടുണ്ട്. ഒപ്പം തന്നെ കയ്യിൽ 2 ഭാഗത്തായി കടിച്ച് മുറിവേൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. തുടർന്ന് ഇവർ ഈ ബസ്, അവിടെ ഉണ്ടായിരുന്ന ബസ്സിനകത്തുണ്ടായിരുന്ന ചില യാത്രക്കാരുടെയും കണ്ടക്ടറും ഡ്രൈവറും കൂടെ ചേർന്ന് ഈ വണ്ടി അവിടെ നിന്ന് എടുത്ത് പുന്നപ്ര സ്റ്റേഷനിലേക്ക് എത്തിക്കുകയായിരുന്നു. കളർകോട് വഴി നേരെ കളർകോട് വഴി AC റോഡിൽ കോട്ടയത്തേക്ക് പോകേണ്ട വണ്ടിയായിരുന്നു. പക്ഷെ വണ്ടി നേരെ അവർ പുന്നപ്ര സ്റ്റേഷനിൽ എത്തിച്ചു. അടുത്ത പോലീസ് സ്റ്റേഷനായ അവിടെ എത്തിച്ച് പ്രതിയെ അവിടെ കൈമാറുകയും മറ്റ് ബസ്സിലുണ്ടായിരുന്ന ആളുകളെയൊക്കെ തന്നെ മറ്റൊരു ബസ്സിൽ അയക്കുകയുമായിരുന്നു.
ഈ ചുങ്കം സ്വദേശിയായ മുബീൻ എന്നയാളാണ് ഒരു യുവാവാണ് ഇത്തരം പരാക്രമം ബസ്സിൽ കിടന്ന് കാട്ടിയത്. പോലീസ് വന്നപ്പോൾ മുബീൻ പറഞ്ഞത് തന്നോടും അസഭ്യം പറഞ്ഞു എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പക്ഷെ ബസ്സിലുണ്ടായിരുന്ന ജീവനക്കാരോ അല്ലെങ്കിൽ മറ്റ് യാത്രക്കാരോ ഇവരുടെ ഭാഗത്ത്, അതായത് മുബീന്റെ ഭാഗത്താണ് പ്രശ്നം എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മളോട് അവർ കാര്യങ്ങൾ പറഞ്ഞത്. ഒപ്പം പോലീസും അത് പറയുന്നുണ്ട്. പോലീസും മുബീനെ ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിൽ പറഞ്ഞിരുന്നു, ഈ രീതിയിലാണോ പ്രതികരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ യാതൊരു മറുപടിയും ഇല്ലാതെ മുബീൻ അവിടെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. എന്തായാലും ഇത് സൗത്ത് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ സംഭവം നടന്നത്. പിന്നീട് പുന്നപ്ര പോലീസ് മുബീനെ സൗത്ത് പോലീസിന് കൈമാറുകയും സൗത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയുമാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇതേ രീതിയിൽ ഒരു ബസ് ജീവനക്കാരനെ, അത് പെട്ടെന്നുള്ള പ്രകോപനമായിക്കോട്ടെ, പക്ഷെ ഇങ്ങനെയൊക്കെ മർദ്ദിക്കണമെങ്കിൽ സ്വാഭാവികമായ രീതിയിൽ ഒരു മാനസികാവസ്ഥയുള്ള ആൾക്ക് കഴിയുമോ? ഇയാൾ വല്ല ലഹരിക്കോ മറ്റോ അടിമയാണോ? അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ പോലീസ് നൽകുന്നുണ്ടോ ശരണ്യ? അത് സംബന്ധിച്ച് നമുക്ക് വിവരമൊന്നും ലഭ്യമായിട്ടില്ല. മെഡിക്കലൊക്കെ എടുത്തിട്ടുണ്ട് പോലീസ്. മെഡിക്കൽ എടുത്തതിന് ശേഷമാണ്, കയ്യിലൊരു വലിയ ബാഗ് ഉണ്ടായിരുന്നു. ഇടയ്ക്ക് മറ്റു ചിലർ കയറുന്നു എന്നും പറഞ്ഞ് ചങ്ങനാശ്ശേരിയിൽ ഇറങ്ങാനാണ് എന്ന് പറയുന്ന കാര്യങ്ങൾ ചില അവ്യക്തതകൾ ഉണ്ട് എന്നുള്ളതാണ് പുന്നപ്ര പോലീസിൽ നമ്മൾ സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. 20 രൂപ ടിക്കറ്റ് ആണ് ആവശ്യപ്പെട്ടതെന്ന് പറയുന്നു. പക്ഷേ ചങ്ങനാശ്ശേരിയിലാണ് ഇറങ്ങാൻ ഉദ്ദേശിച്ചിരുന്നതെന്നും ഒക്കെ പറയുന്നുണ്ട്. മാത്രമല്ല പിന്നെ ഇടയ്ക്ക് ചില ആളുകൾ വണ്ടിയിൽ കയറുമെന്നൊക്കെ പറഞ്ഞിരുന്നതായും വ്യക്തമാക്കുന്നുണ്ട്. വളരെ നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് ഇത്രയും വലിയൊരു പ്രകോപനത്തിലേക്ക് പോകാൻ കാരണം എന്നതാണ്. കാരണം നമുക്ക് സാധാരണ ഒരു മർദ്ദന രീതിയൊന്നുമല്ല, കൈയൊക്കെ കടിച്ച് മുറിച്ചിട്ടുണ്ട്. അതായത് കൈയുടെ കൈവെള്ളയൊക്കെ കടിച്ച് മുറിവ് വന്നിട്ട് രക്തം വന്നിട്ടുണ്ടായിരുന്നു ആ കണ്ടക്ടറെ നമ്മൾ കാണുമ്പോൾ. അപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ മുഖത്ത് ഇടികൊണ്ടിട്ട്, മുഖത്തും ഒക്കെ ചോര പൊടിഞ്ഞിട്ടുണ്ട്, തലയിലും ഒക്കെ ഇടികൊണ്ടിട്ടുണ്ടായിരുന്നു കാണുമ്പോൾ. നമ്മൾ ആ സംഭവം നടന്ന അപ്പൊ തന്നെ അവിടെ നമ്മൾ എത്തിയപ്പോൾ ഇവരെ കണ്ടിരുന്നു. ആ കണ്ടക്ടറുടെ കൈയുടെ ദൃശ്യങ്ങൾ എടുക്കുമ്പോൾ പോലും കൈ ഇങ്ങനെ വറയ്ക്കുവാണ്. ആ രീതിയിൽ കയ്യിൽ ആ ആക്രമണത്തിൽ അയാളും ഭയന്നിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തെങ്കിലും ഇത്രയും വലിയൊരു ബസ്സിനകത്ത് കിടന്ന് ഇത്രയും വലിയൊരു രീതിയിലുള്ള ഒരു പ്രകോപനപരമായ ഒരു പെരുമാറ്റം ഉണ്ടാകുക എന്നുള്ളതാണ് പോലീസുകാരും അതിശയത്തോടെ ചോദിക്കുന്നത്. അത്തരം ചോദ്യങ്ങളൊക്കെ ഇപ്പോൾ സൗത്ത് CI തോംസന്റെ നേതൃത്വത്തിൽ അത്തരം ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴും ഈ യുവാവ് തലകുനിച്ച് നിൽക്കുന്നതല്ലാതെ മറ്റ് മറുപടികളൊന്നും കാര്യമായി പറയുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും പോലീസ് കസ്റ്റഡിയിൽ എടുത്ത് കൊണ്ടുപോവുകയും മറ്റു നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇത്തരത്തിൽ എന്തെങ്കിലും ലഹരി ഉപയോഗിച്ചതെന്ന് സംബന്ധിച്ചൊക്കെ എന്തായാലും മെഡിക്കൽ എടുത്തിട്ടുണ്ട്. മെഡിക്കൽ പരിശോധനകൾക്കൊക്കെ ശേഷം മാത്രമേ പറയാനാകൂ. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹിജനാണ് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴയിലാണ് കണ്ടക്ടറെ മർദ്ദിച്ച കേസിലെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്.